അപ്പോൾ നമ്മളുടെ ഗോൾഡ് പർച്ചേസിങ് വീഡിയോ ആണ്. അതിനുവേണ്ടി നമ്മൾ തൃശ്ശൂർ റീഗൽ ജ്വല്ലറിക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ അമ്മയും കുഞ്ഞനും കൂക്കിരിയും ഞാനും അങ്ങനെ ഞങ്ങൾ 4 പേരും എൻ്റെ ജോലി സമയം കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു നമ്മളുടെ റീഗൽ ജ്വല്ലറി ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ലിഫ്റ്റൊക്കെ കയറിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ആദ്യം ചെന്നിരുന്നത് അവിടെ ചെട്ടിനാട് മോഡൽ മാലകളുടെ അടുത്തായിരുന്നു. ആക്ച്വലി നമുക്കതല്ല ആവശ്യം, നമുക്ക് കേരള സ്റ്റൈലാണ് വേണ്ടിയിരുന്നത്. ഒരു ചെട്ടിനാടോ അല്ലെങ്കിൽ നെഗാസോ, ബാക്കിയെല്ലാം കേരള സ്റ്റൈൽ അതായിരുന്നു. പക്ഷെ ഒരുപാട് ചെട്ടിനാടും ഈ നെഗാസൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതിയാവും. നമ്മളിങ്ങനെ ബ്രൈഡ്സിനൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനത്തെ മാലകളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല കൊതിയാവും. പക്ഷെ നല്ല പണിക്കാശുണ്ട് അതിന്. അപ്പോൾ നമ്മൾ ഏകദേശം നെക്കിൽ, അതായത് ഫസ്റ്റ് ഇടുന്ന മാലകളാണ് ആദ്യം ചോദിച്ചത്. അപ്പം അങ്ങനെ കുറച്ച് മാലകൾ കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാലകളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. പക്ഷെ ഫസ്റ്റത്തെ എപ്പോഴും എന്തെങ്കിലും നെഗാസോ ചെട്ടിനാടോ മതിയെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്തതും അവരവിടെ കാണിക്കുന്ന ഡിസൈനും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ആ കൺഫ്യൂഷൻ ഏതെടുക്കണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ പറയണതൊക്കെ കാട്ടിത്തരാൻ അവർക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല. ആ റൂബി പതിപ്പിച്ച പോലത്തെ ആ ഒരു മാല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു പോർഷൻ കവർ ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നു. അത് എടുക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ എന്താ പറയുക, ബാക്കി പ്ലാനിങ്ങുമായിട്ട് ആ ഒരു മാല മാച്ച് ആകാത്ത കാരണം നമ്മൾ പിന്നെ അവിടെ വെക്കുകയുണ്ടായത്. അതിട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല താല്പര്യം തോന്നി. പിന്നെ നമ്മൾ എല്ലാവരെയും, അതായത് ചേച്ചി, അമ്മ, അവരൊക്കെ അഭിപ്രായം കൂടി നോക്കിയിട്ടാണ് നമ്മൾ ആ മാല സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് എല്ലാം ചേരുന്നുണ്ടായിരുന്നു. കാണിച്ച മാലകളെല്ലാം നമുക്ക് വെച്ച് നോക്കുമ്പോൾ ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓരോ മാല വെച്ച് നോക്കുമ്പോഴും ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഷോപ്പിൽ ആ നേരമായിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഡയമണ്ടിൻ്റെ, ഇത് റോസ് ഗോൾഡിൽ ഡയമണ്ട് വന്നിട്ടുള്ള മാലയായിരുന്നു. അപ്പോൾ ഈ മാല ഫസ്റ്റ് ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കുന്നു അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ റേറ്റ് ഉണ്ട്, അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അത് അവിടെ തന്നെ വെച്ചു. ബാക്കിയുള്ള മാലകളൊക്കെ നമ്മളിങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് മാലകളുടെ എണ്ണം, ഒരു 5 മാലകളുടെ എണ്ണം, ബാക്കിയൊക്കെ വള, അങ്ങനെയായിരുന്നു. ഇപ്പം ഈ മാല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. 1.25 പവനായിരുന്നു അതിന് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ഉദ്ദേശിച്ചിട്ടുള്ള കാരണം എനിക്ക് ആ മാല എടുക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് ആ മാല ഇനി എപ്പോഴെങ്കിലും വാങ്ങാൻ പറ്റിയാൽ വാങ്ങണം എന്നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിങ്ങനെ സിമ്പിളായിട്ടുള്ള മാലകൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു മാല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ ആൾക്കാരെ ഇഷ്ടം നോക്കി നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് മാലകൾ. ആ മണി പോലത്തെ മാലയല്ലേ, 3 ലെയർ മാല, അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അമ്മ അത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ വളകളിലേക്ക് കടന്നു. അപ്പോൾ അവളുടെ കുഞ്ഞു കൈയായാൻ അത്യാവശ്യം വളകളൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ ഒരേ പാറ്റേണിലുള്ള ഒരു 3 സെറ്റ് വള അവൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾക്ക് കേട്ടോ. പൈപ്പ് വളകളേക്കാൾ കൂടുതൽ ഇതുപോലത്തെ കുറച്ച് പരപ്പുള്ള വളകളായിരുന്നു ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 1-2 വളകൾ വീട്ടിൽ അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് വളകളാണ് ഇവിടുന്ന് സെലക്ട് ചെയ്തത്. ആ ഫസ്റ്റ് കിടക്കുന്നത് നെഗാസിൻ്റെ മാല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാരണം നമ്മളുടെ ആരെങ്കിലും കയ്യിൽ അങ്ങനത്തെ ഒരു മാല ഇരിക്കുന്നത് ഒരു എന്താ പറയുക, നമുക്കെല്ലാവർക്കും മാറ്റി ഇടാമല്ലോ. അപ്പോൾ ഞാനത് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മളത് മാറ്റിയിട്ട് ചെട്ടിനാടിൻ്റെ മാലയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ആകെ ഈ ഗോൾഡുകളൊക്കെ കണ്ടിട്ട് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, ഏതെടുക്കണം എന്നുള്ള കാര്യത്തിൽ. പലർക്കും പല അഭിപ്രായങ്ങളായിരുന്നു. ആ ഒരു 3 ലെയർ മാല അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നമ്മളത് ഇട്ട് നോക്കിയത്. പിന്നീട് നമ്മളത് സാരി മാലയ്ക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ അവൾക്ക് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഏത് ജ്വല്ലറി പോകണം എന്നൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ നമ്മളുടെ ഒരു പരിചയക്കാരൻ ചേട്ടനും ഉണ്ടായിരുന്നു. പിന്നെ റീഗൽ ജ്വല്ലറി കുറച്ചും കൂടി നമുക്ക് പണിക്കൂലിയൊക്കെ കുറച്ച് തരുന്നുണ്ട്. അപ്പോൾ ബുക്ക് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ഓപ്ഷനൊക്കെ അവർക്ക് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ആദ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഗോൾഡ് റേറ്റ് ഒന്ന് കുറച്ച് കുറഞ്ഞ സമയത്ത് പോയിട്ട് നമ്മളത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1 മന്തിനുള്ളിൽ നമ്മളത് ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അത് മേടിക്കണം. അപ്പോൾ പിന്നെ അവളുടെ കല്യാണ സമയമായപ്പോൾ കുറച്ചൊന്ന് ഗോൾഡിൻ്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പോയി പിന്നീട് കല്യാണത്തിനോട് അടുക്കുമ്പോൾ പോയിട്ട് എടുക്കുകയാണ് ചെയ്തത്.
അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച സ്വർണ്ണങ്ങളൊക്കെ അവിടേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങുക ചെയ്തത്. നമ്മളിനി കല്യാണത്തിനോട് എടുക്കുമ്പോൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മളുടെ മാല, നമ്മൾ എടുത്തു വെച്ച മാലകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ജസ്റ്റ്. നേരെ ഞങ്ങൾ അടുത്തുള്ളൊരു തട്ടുകടയ്ക്കാണ് പോയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ ജോലി കഴിഞ്ഞിട്ടാണല്ലോ അങ്ങോട്ട് വന്നത്. അത് കാരണം ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ ഇത്രയും നേരം നമ്മൾ അവിടെ നിന്നിട്ട് നേരെ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കട കണ്ടപ്പോൾ അവിടെ കയറി. ആദ്യമായിട്ട് നമ്മൾ ഉഴുന്നുവടയും പിന്നീട് നമ്മൾ പരിപ്പുവടയും കായബജ്ജിയാണ് പറഞ്ഞിരുന്നത്. എനിക്ക് കായബജ്ജി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അത് വാങ്ങേണ്ടിയിരുന്നില്ല എന്ന് ആത്മകഥം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിനൂടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കുട്ടി വീഡിയോ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.